ഓക്കെ, അപ്പോൾ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം എന്ന കൺസെപ്റ്റ് പറഞ്ഞു. നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതമാണ് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോൺ ഡിറ്റർമിനിസ്റ്റിക് വേറെ ഏതെങ്കിലും പ്രോബ്ലംസ്, ഇപ്പം ബാക്ക് ട്രാക്കിംഗ് അപ്രോച്ചിലെ പ്രോബ്ലംസ് ഒക്കെ നോക്കാം. ഓക്കെ, നാപ്സാക്ക് പ്രോബ്ലം ആൻഡ് ക്യൂൻസ്. പിന്നെ നമ്മൾ സിമിലർലി നമ്മളെ ഗ്രേഡി അപ്രോച്ചിലെ പ്രോബ്ലംസ് ഒക്കെ എന്ത് അൽഗോരിതമാണ്? നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം. അതായത് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? വേരിയസ് ചോയ്സസ് എടുക്കും, എന്നിട്ട് പ്രൊസീഡ് ചെയ്യും, എന്നിട്ട് സൊല്യൂഷനിൽ എത്തുകയാണ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അൽഗോരിതംസിനാണ് എന്ത് പറയുന്നത്? നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ടുള്ളത് ഏതാണ്? നെറ്റ് ഇഷ്യൂസ് ഉണ്ട്, സോറി. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ടുള്ളത് ഇതാണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം എന്ന് പറയുന്നത്. പിന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുക നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം ഉണ്ട്. അപ്പോൾ ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതത്തിൽ 3 ഫങ്ഷൻസ് ഉണ്ടാവും. ഏതൊക്കെയാണ്? വിച്ച് ആർ ദ ഡിഫറെന്റ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫങ്ഷൻസ്? വൺ ഈസ് ചോയ്സ് ഫങ്ഷൻ, പിന്നെ സക്സസ് ആൻഡ് ഫെയിലിയർ. അപ്പോൾ ഈ 3 ഫങ്ഷൻസ് ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതത്തിൽ ഉണ്ടാവുന്ന കാര്യം മനസ്സിലാക്കുക. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ചോയ്സ് ഫങ്ഷൻ. അപ്പോൾ ചോയ്സ് ഫങ്ഷൻ എന്താ ചെയ്യുക? ചോയ്സ് ഫങ്ഷൻ എന്താണ് ചെയ്യുക? ചോയ്സ് ഫങ്ഷൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് നെക്സ്റ്റ് ഒരു ചോയ്സ്, നെക്സ്റ്റ് വാല്യൂ സെലക്ട് ചെയ്യും. അതിനെയാണ് ചോയ്സ് ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഓക്കെ, സോ ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം എന്താണെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് എന്താണ്? NP ഹാർഡ് പ്രോബ്ലവും NP കംപ്ലീറ്റ് പ്രോബ്ലം. അപ്പോൾ NP കംപ്ലീറ്റിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് നിങ്ങളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, അത് NP കംപ്ലീറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് NP ഹാർഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ആ അൽഗോരിതം NP ഹാർഡ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം? അത് ഒരു NP പ്രോബ്ലം ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്കിലും മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? അതൊരു NP കംപ്ലീറ്റ് പ്രോബ്ലം ആണെന്ന് പറയാൻ പറ്റൂ. ഓക്കെ, സോ ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ലോജിക്കാണ് അപ്ലൈ ചെയ്യേണ്ടവരോ. അതായത് ഒരു പ്രോബ്ലം NP കംപ്ലീറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് അത് NP ഹാർഡ് ആണെന്ന് പ്രൂവ് ചെയ്യാം. NP ഹാർഡ് ആവണം എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈബിലിറ്റി പ്രോബ്ലത്തിന് നിങ്ങൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലത്തിലോട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? അതൊരു NP ഹാർഡ് പ്രോബ്ലം ആവാൻ പറ്റും. നിങ്ങൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം NP ഹാർഡ് ആണെന്ന് അങ്ങനെ പ്രൂവ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം NP പ്രോബ്ലം, അതായത് നോൺ പോളിനോമിയൽ ടൈമിൽ സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണെന്ന് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യണം. NP പ്രോബ്ലം ആണ് പിന്നെ നിങ്ങൾ സോൾവ് ചെയ്യണം, അല്ല പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തായിട്ട് ഇത്ര വരെ ഡിസ്കസ് ചെയ്യും. ഇനി ഒരു ഫിഗർ ഒന്ന് നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ദ relationship between NP, P, and this is a very important figure. Okay, so this is a very important figure. This is the relationship between NPP and NP hard, NP complete problem. Okay, so already we studied P is a subset of already studied this concept. P, what is P? P is a polynomial time solvable problem, and P is a subset of NP. Okay, P is a subset of NP. Okay, P is a subset of NP. Okay, and next this is NP hard problem. This is NP hard problem, and this intersection is called NP complete. This intersection, this is NP complete problem. Okay, just study this Venn diagram and understand the relationship between P, NP, NP hard, and NP complete.
NP complete is an intersection of NP hard and NP. Okay, already I told what is NP complete. This should be NP and it should be the connection going now. Okay. So, Akhil si ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. Akhil. Akhil present അല്ലേ? sir.
കണക്ഷൻ എപ്പോഴാണ് പോയത്? ഹലോ, ഏതുവരെ ആ ഒരു ഫിഗറൊക്കെ കണ്ടിനോ? NP കംപ്ലീറ്റ്, NP ഹാർഡ്. 2 മിനിറ്റ്. ആ 1 മിനിറ്റ്. ഓക്കെ, സോ ഞാൻ മൊബൈൽ യൂസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ this is the relationship between NP. This is the relationship between PNP and P hard. Next is give an example for non-deterministic polynomial time algorithm. So this is a very simple non-deterministic polynomial algorithm for searching. Okay, usually searching algorithm you studied linear search and binary search are which type of algorithm? Those are deterministic polynomial time algorithm. Deterministic algorithm. Okay, so its complexity is big of n, etc. Okay, here this is an example of a non-deterministic polynomial time algorithm. Okay, so NP search and the parameters are a, n, key, and there is a statement j is equal to choice. Okay, already I told a non-deterministic polynomial algorithm should contain a choice function and a success function and a failure. Simple example to show the concept of non-deterministic. So here j is equal to choice. Okay, so there is the first statement, and what is the function of choice? Choice will select an index position arbitrarily. It will use a method and it will find an index. Okay, it will find an index and it will return that index. Then on the next statement, if key is equal to a of j, then I will print success, else I will print fail. Okay, this is a very simple code. And what is the complexity of this algorithm? You can note here. Usually, if you are using a deterministic algorithm, linear search algorithm, the complexity will be big of n. But if we used this code, then the complexity is always a constant. Okay, that is, here if the choice function can find the correct position of the key by using some method. Okay, if the choice function can find the correct position of key using some method, then this NP search, non-deterministic polynomial search, will take a constant time only. Okay, so this is the concept of this is the advantage of a non-deterministic polynomial algorithm. Okay, so this algorithm here j is equal to choice, and the choice function will return some index position. But if there is some method to find the exact position of the key by the choice function, then this algorithm will take a constant time only. Then this algorithm will take a constant time only. Okay, constant time only. So this is an example of non-deterministic polynomial time algorithm. It uses a choice function, a success function, and a fail function. Okay, so next you can note next thing is next I am going to the NP hard and NP complete problem. Okay, NP hard and NP complete problem. So
My next question is given an example for NP hard problem. Okay. Given example for NP hard problem. Sir, mute ആണെന്ന് തോന്നുന്നു. ഇന്നത്തെ ക്ലാസ് അങ്ങനെ പോകാൻ പറ്റും. Okay. So okay, Lenaka. Sir, okay. Okay. Given an example of NP hard problem. So CNF satisfiability is the NP hard problem. Okay. So what is CNF satisfiability problem? So this is the CNF satisfiability problem. There are some variables x1, x2, x3. So there is a set xi, and xi will take the value x1, x2, x3. And CNF, there is a formula. Okay, so this is conjunctive normal form, I think. So CNF is a formula which consists of the disjunction and intersection operation. Okay, so here this is a clause. Okay, this is a clause C1. Okay, this is a clause C1, and this is another clause C2. Okay, so this is another clause C2. So the clause 1 and clause 2 are combined using an intersection operation. Okay, and inside the clause, which operation we are using? This is a union operation. Okay, inside the clause you can note here we are using the union operations. Okay, so this is a CNF formula. Okay, this is a CNF formula, and the problem is, so what is CNF formula we studied? Then what is the problem is, you can note here which values x1, x2, x3 can take. X1, x2, x3 can take, x1 can take 0, x2 can take 0, x3 can take 0, or 0, 0, 1, 0, 1, 0, 0, 1, 1, 1, 0, 0, 1, 0. These are the possible values x1, x2, x3 can take. Okay, so if you consider this problem, there will be 2 raised to n possible values that I can take. Okay, so what is the problem? What is the problem here is that find out for which values of xi the CNF function evaluates to true. Okay, this is the problem. Okay, find out for which values of xi. For example, xi will be here x1, x2, x3. Okay, here x1, x2, x3.
here x1, x2 and x3, and x1 take the value 0 or 1. x1 can take the value 0 or 1. Similarly, x2 can take the value 0 or 1. x3 can take the value 0 or 1. So there are 2 raised to n possible combinations. Okay. Of that combination, which value of xi the CNF function evaluates to true? Okay. For which value of x1, x2 and x3 this CNF evaluates true, that is, it evaluates 1. That is the problem. Okay, this is CNF satisfiability problem. So there is a CNF conjunctive normal form consists of the variables x1, x2, x3, and there are 2 clauses C1 and C2 intersect using they are combined using intersection, and the clause consists of union operations only. Okay, then we want to find for which values of x1, x2, x3 this CNF evaluates a true value. Okay, this is CNF satisfiability problem. Okay, so this is the corresponding state space diagram. Okay, so x1 can take the value 1 or 0. Okay, so then x2, suppose I given x1 value 1, then for x2 I can give 1 or 0. Okay, then for x3 I can give 1 or 0. Okay, similarly here also x2 take the value 0, then I can give value x3 can 1 or 0. In this way I can create the state space graph. Okay, so if you created the state space graph, then there will be how many solution paths? There exist 2 raised to n possible solution path. There will be 2 raised to n possible solution path, of which some of the solution paths solve the problem correctly, solve the CNF problem correctly. Okay, so sometimes it will solve the problem. x1 is 1, x2 is 0, x3 is 1. Sometimes this value will solve the correct problem CNF correctly. So this is the state space graph of this problem. So you can note here there are 2 raised to n possible solution path, and in the tree we want to find which of the solution path will solve the problem correctly. Okay, so this problem will take a big of 2 raised to n. Okay, so we can note the complexity of this problem will be big of 2 raised to n. So CNF satisfiability problem, the complexity of the CNF satisfiability problem is 2 raised to n, because there will be 2 raised to n solutions, and we should find out, we should consider each solution and find out which solution path will give the exact solution. So this will be the complexity, and we can say that it is an NP hard problem because its complexity is 2 raised to n. So this is CNF satisfiability problem and its complexity. Based on the complexity, we can say it is an NP hard problem. So this is the case of n is equal to 3. Then what about when n is equal to 10? Suppose n is equal to 10. There are 10 variables. Then my question is, what will be how many possible solutions will be there? 2 raised to 10. What is 2 raised to 10? 1024. There will be 1024 solutions. That is, the state space tree consists of, this is the case of 3.
if n is equal to 10, there will be 1000 solution path, and from that 1000 solution path, I want to find the solution path that solve the problem. So the problem will be very complicated. So okay, so similarly, as the size of the n increases, the complexity increases. Okay, so you can note this is the complexity 2 raised to n. Okay, so this is one of the difficult problem to solve. Okay, so as the size of the n increases, suppose n equal to 100. Okay, there are 100 variables. Then suppose there is 100 variable and there is a CNF equation. Suppose there is a 100 variable, there is 100 variable, there is a CNF equation like this using 100 variable, and I want to find out for which value of x the CNF function evaluates to true. So this will be an extremely complex problem. Okay, that is why the CNF satisfiability problem is called an NP hard problem. Okay, so it is called an NP hard problem. So this problem, we take this problem as a reference problem. Okay, suppose I want to show I am solving a problem, and I want to show that problem is NP hard, then I will use this problem as a reference. Okay, then based on the CNF satisfiability problem, I will try to prove my problem is also NP hard. That should be our approach. Okay. So this is about an NP hard problem and CNF satisfiability problem. So I am repeating one more time. There are some connection issues. There are a lot of things today we want to discuss. So anyway, we can discuss in the next class, no problem. Okay, so just I am focusing on the this concept. Okay, so what is CNF satisfiability problem? Okay, so what is CNF satisfiability problem means as CNF there is a set of variables x1, x2, x3, etc. Then there is a CNF equation consists of this is the format. Okay, this is clauses. This is called a clause. Inside the bracket, this is clause. Clauses consist of union operation. Then intersection is there. Okay. In this way, there will be an equation, and the problem is we want to find out for which values of the variable takes either 0 or 1, and for which values of the variable the CNF this equation evaluates to true. Okay, so that is the problem. And if you consider n is equal to 3, then there will be this much combination. Okay, this is just a digital logic. Okay, so these are all the possible solutions, possible combinations we want to try. Okay, so there will be 2 raised to n. So if you draw the same concept using the state space graph, then there will be 2 raised to n solution path. So we will start from x1 1, then x2 1 or 0. Then if I selected this one, x3 1 or 0. In this way, if I explode this, there will be 2 raised to n possible path, and it will take. For example, if n is equal to 100, then it will be 2 raised to 100. So there will be 2 raised to 100 solution path. Okay, so 2 raised to 100 solution path. There will be 2 raised to 100 solution path. Okay, from that solution path, I want to find a subset of the solution path that solve the CNF equation correctly. Okay, so that process, that is a very difficult process. So it is an extremely difficult problem, and the complexity is 2 raised to n. So we will consider it as an NP hard, and this NP hard, this satisfiability problem, we will take it as a reference to show that other problems are NP hard, that we can discuss in the next class. Sorry, some connection issues. I can't do anything. So
Next, in the class we will discuss, explain, click decision problem, etc. Okay. Okay. So please give your attendance in the chat box. Okay. Starting from Akash Raji. Okay, Akash. Abhinand Advaita. Okay, engineer. Chat ബോക്സിലിട്ട് ഞാൻ പിന്നെ അനലൈസ് ചെയ്തിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്തോളൂ. ഫാസ്റ്റ് ആയിട്ട് ചാറ്റ് ബോക്സിലിടും. ഓക്കെ ഓക്കെ, താങ്ക് യു. അതെ, ചാറ്റ് ബോക്സ് വർക്ക് ആകുന്നില്ല. ഹലോ സർ. മധു സാറേ, ഞാൻ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യട്ടെ.